പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80% കൂടുതൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നു. 40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും പോളിംഗ് ഉണ്ടാകുന്നത് എന്നാണ് പൊതുവിൽ ഉണ്ടായിട്ടുള്ള ഒരു ബോധ്യം. UDF 100 സീറ്റിനപ്പുറത്തേക്ക് പോകുമെന്നുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമാണ്. CPM-കാരും അവരുടെ ഏതാണ്ട് പ്രതീക്ഷ വിട്ടു. CPM-കാരും പ്രതീക്ഷ വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല CPM-ൻ്റെ നേതാക്കന്മാരും മുൻതൂക്കം UDF-നാണ് എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ LDF-ന് എത്ര സീറ്റാണ് ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം 100 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള നിലയിലുള്ള ചർച്ചകളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. LDF-ന് എത്ര സീറ്റുകളാണ് കിട്ടുക? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചു, 2001 ഇതിനു മുമ്പ് 47 സീറ്റിലേക്കോ മറ്റോ LDF ചുരുങ്ങിയത്. 2026 അത്രയും കിട്ടാൻ സാധ്യതയുണ്ടോ? 47 എന്നുള്ള നിലയിലേക്കൊക്കെ LDF വരുമോ, അതോ അതിനേക്കാൾ താഴെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത്? നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അത്ര തിരിച്ചടിയിലേക്കും അതിൻ്റെ ഭാഗമായി വളരെ കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ അബിസിമലി ലോ ആയിട്ടുള്ള ഒരു നമ്പറിലേക്കും LDF മാറാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാസർഗോഡ് 3-4 സീറ്റുകൾ അവിടെ നിൽക്കട്ടെ. കണ്ണൂർ പോലെ നമ്മൾ ഇങ്ങോട്ടൊന്ന് എടുത്ത് നോക്കിയേ. കണ്ണൂരിൽ ഉറപ്പായി ജയിക്കും എന്ന് പറയാൻ കഴിയുന്ന സീറ്റുകളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ധർമ്മടമോ അല്ലെ കല്യാശ്ശേരിയോ അല്ലെ മട്ടന്നൂരൊക്കെ ഉള്ളൂ. 2-3 സീറ്റിലെ ഉറപ്പിച്ച് ജയിക്കുമെന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം പ്രശ്നമാണ്. പയ്യന്നൂരിൽ പ്രശ്നമാണ്, തളിപ്പറമ്പിൽ പ്രശ്നമാണ്, തൃക്കരിപ്പൂരിൽ പ്രശ്നമാണ്, തലശ്ശേരിയിൽ പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും ഉറച്ച സീറ്റ് ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയിൽ പോലും ഏറ്റവും ഉറച്ച ഒരു 3-4 സീറ്റിൽ വലിയ പ്രശ്നമാണ്. കോഴിക്കോടേക്കൊക്കെ വന്നാൽ കോഴിക്കോട് നിന്ന് സീറ്റുകൾ കിട്ടുമോ എന്ന് പോലും സംശയം. അല്ലെങ്കിൽ കിട്ടിയാൽ അവിടെ എവിടെയൊക്കെ 1-2 സീറ്റുകൾ ആവാം. അതേത് സീറ്റാണെന്നൊന്നും ഒരു ഉറപ്പുമില്ല. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര 42 വർഷമായി CPM ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പേരാമ്പ്ര. ആ പേരാമ്പ്രയിൽ CPM-ൻ്റെ തോൽവി ഏതാണ്ട് ഉറപ്പായി എന്നുള്ള നിലയിലല്ല ഇപ്പം ചർച്ചകൾ നടക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉറച്ച മണ്ഡലമായിരുന്നു ബേപ്പൂര്. അവിടെയും മരുമകൻ്റെ സ്ഥിതി പരമദയനീയമാണെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നത്. അപ്പോൾ കോഴിക്കോടേക്കൊക്കെ വന്നാൽ കോഴിക്കോട് സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്കൊന്നും പറയാൻ പറ്റാത്ത നിലയിൽ ഒരുപക്ഷെ അവിടെ വട്ടപൂജ്യമായാൽ പോലും അത്ഭുതമില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇനി മലപ്പുറത്തേക്ക് വന്നാലോ 1 സീറ്റും കിട്ടില്ല. മലപ്പുറത്തുനിന്ന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. പാലക്കാടേക്ക് വന്നാലോ പാലക്കാടൊക്കെ ചിലപ്പോൾ ഒരു സീറ്റ് എവിടെയെങ്കിലുമൊക്കെ 1-2 സീറ്റ് പരമാവധി ഏതാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. സാധ്യത അതാണ്. തൃശ്ശൂരിലെയും സ്ഥിതി മറിച്ചല്ല. തൃശ്ശൂരിലും ജയിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ സീറ്റുകളില്ല. എറണാകുളത്തെ അവസ്ഥയോ? എറണാകുളത്തോ അതിൻ്റെ സീറ്റിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയാനൊരു സീറ്റുണ്ടോ? ഇല്ല. പി രാജീവ് ഇതുപോലെയൊക്കെയുള്ള ആളുകളുടെ സ്ഥിതി പരമദയനീയമാണെന്നാണ് കേൾക്കുന്നത്. തൃപ്പൂണിത്തുറയിലുള്ള ജയസാധ്യത തുലം കുറവാണെന്ന് കേൾക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലൊക്കെ അതാണ് സ്ഥിതി. തിരുവനന്തപുരത്തും എറണാകുളത്തും ഈ പറഞ്ഞ പോലെ ജയിക്കുമെന്ന് കാണിക്കാനൊരു സീറ്റില്ല. ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിൽ 1 സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെ MM മണിക്ക് പോലും ഇടതുപക്ഷം അവിടെ ജയിക്കണം എന്ന് താല്പര്യമില്ല എന്നുള്ള നിലയിലാണ് നമ്മൾ കേൾക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ അവസ്ഥ എന്താ? ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ 1 സീറ്റിലാണ് UDF ജയിച്ചെന്ന് ഓർക്കണം. രമേശ് ചെന്നിത്തല മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ UDF-ൽ നിന്ന് ജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി. അവിടെ ഇത്തവണ 1 സീറ്റ് പോലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല.
അമ്പലപ്പുഴയിലൊക്കെ ജി സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. പത്തനംതിട്ടയിൽ ശബരിമല പെരുങ്കുള്ള ആഞ്ഞടിക്കുന്നതോടുകൂടി അവിടുത്തെ കാര്യം കട്ടപ്പുകയാവും. കൊല്ലത്തും അത് തന്നെയാണ് അവസ്ഥ. കൊല്ലത്ത് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ വിഷ്ണുനാഥ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇത്തവണ ഏതെങ്കിലും ഒരു സീറ്റിൽ CPM ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ അവർക്ക്? എനിക്കറിയില്ല, ഒന്നും അവർ പറഞ്ഞതായിട്ട് കേൾക്കത്തില്ല. തിരുവനന്തപുരത്തും ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടി ചിലപ്പോൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം നോക്കുമ്പോൾ അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമ്മൾ നോക്കിയാൽ, പിന്നെ വയനാട് ഞാൻ പറഞ്ഞു, വയനാട് പിന്നെ 2 സീറ്റേ ഉള്ളൂ. അവിടുത്തെ കാര്യവും എല്ലാം കണക്കാണ്. സുഹൃത്തുക്കളെ, നമ്മൾ നിഷ്പക്ഷമായി നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-25 സീറ്റൊക്കെ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നു. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ജില്ലയിൽ ഒരു 3 സീറ്റ് വെച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ ഒരു 10-40 സീറ്റിലേക്ക് പോകാം. അത് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ സീറ്റില്ല. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ കാര്യം എന്താ? അതിഭീകരമായിട്ടുള്ള, യഥാർത്ഥത്തിൽ ഞാൻ ഭരണവിരുദ്ധ വികാരം എന്ന് പറയില്ല, അതിഭീകരമായിട്ടുള്ള പിണറായി വിരുദ്ധ വികാരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പിണറായി എന്ന് പറഞ്ഞ നേതാവിനെ ഞങ്ങൾക്കിനി വേണ്ട. പിണറായി എന്ന് പറഞ്ഞ നേതാവ്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് ഈ പണി നിർത്തി അവസാനിപ്പിച്ച് പോയിക്കൊള്ളൂ എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഇനി സാമുദായിക സമവാക്യം നോക്കിയാൽ മുസ്ലിം ജനസാമാന്യം അതിഭീകരമായി UDF പുറകിലാണ് നിരന്നിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റ വോട്ട് പോലും പുറത്തു പോകാത്ത നിലയിൽ UDF പുറകിൽ മുസ്ലിം സമുദായമാണ് നിരന്നിരിക്കുന്നതായും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 27 സീറ്റിൽ 27ലും അവർ ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യം അത് തന്നെയാണ്. ക്രിസ്ത്യൻ ബെൽറ്റിലൊന്നും ഒരു സീറ്റ് പോലും LDF കിട്ടാനുള്ള സാധ്യത, ഇപ്പോൾ റോഷി അഗസ്റ്റിന്, ജോസ് കെ മാണി, ഇവിടെയൊക്കെ കാര്യം അധോഗതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറുഭാഗത്ത് ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ധ്രുവീകരണം UDF നടന്നതായിട്ടും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമാവുന്നുണ്ട്. കാരണം സ്വർണ്ണക്കൊള്ള അവരെ അതിഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വശത്ത് വൻതോതിലുള്ള പിണറായി വിരുദ്ധ വികാരം, മറുവശത്ത് അതിഭീകരമായി ഈ സാമുദായിക സമവാക്യം UDF അനുകൂലമാകുന്നത്. സുഹൃത്തുക്കൾ, ഇതിൻ്റെ എല്ലാം കൂടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ തരംഗത്തിനെല്ലാം അതിജീവിച്ച് ആരെവിടെയൊക്കെ LDF ഭാഗമായി ജയിച്ചു വരും എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിണറായി വിജയൻ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കാം. പിന്നെ കല്യാശ്ശേരിയിൽ നിന്ന് മട്ടന്നൂരിൽ നിന്നൊക്കെ അവരുടെ സ്ഥാനാർത്ഥികൾ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കാം എന്നതിനപ്പുറത്ത്, ചിലപ്പോൾ തലശ്ശേരിയിലും ചിലപ്പം ചെറിയ ഭൂരിപക്ഷത്തിനുള്ള എന്നതിനപ്പുറത്ത് കണ്ണൂർ കഴിഞ്ഞാൽ ഉറപ്പായി ജയിക്കുമെന്ന് പറയുന്ന ഒരു 2 ഡസൻ സീറ്റുകൾ പോലും LDF സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതല്ലേ അവസ്ഥ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലും ശിവൻകുട്ടി ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എനിക്കൊരു ഉറപ്പുമില്ല. ശിവൻകുട്ടിക്ക് പോലും ഉറപ്പില്ല എന്നാണ് ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടകംപള്ളി സുരേന്ദ്രനൊക്കെ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF ഒരു 25-30 സീറ്റുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുള്ളൂ, നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ജനവികാരം അനുസരിച്ച് നമ്മൾ നോക്കിയാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ UDF ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയൊരു വമ്പൻ വിജയം, ഒരു അത്യഭൂതപൂർവമായിട്ടുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF കാത്തിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.